ആത്മഹത്യാക്കുറിപ്പിൽ കെ സുധാകരന് എഴുതിയ ഭാഗത്ത് എൻ വിജയൻ ഒരു കാര്യം പറയുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 7 വർഷം ദിവസവേതനാടിസ്ഥാനത്തിൽ 200 രൂപയ്ക്ക് ജോലി ചെയ്തതാണ് മകൻ. അങ്ങനെ 7 വർഷം ജോലി ചെയ്തു. പക്ഷേ മകനെ പിരിച്ചു വിട്ടുകൊണ്ട് മകന് ജോലി നൽകാതെ പിന്നീട് IC ബാലകൃഷ്ണൻ മറ്റൊരാൾക്ക് വേണ്ടി ശുപാർശ നൽകി. അത് ഈ മകനെ പിരിച്ചുവിട്ടു എന്നൊക്കെയുള്ളത് അത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. കൂടാതെ ഈ നിയമനത്തിന് കൈക്കൂലി വാങ്ങി എന്നാണ് എൻ്റെ അറിവ്. ഇങ്ങനെയൊന്ന് ഈ കത്തിലുള്ളതാണ്. ഇന്നിപ്പോൾ 24 പുറത്തുവിട്ടത് ഒരു ശുപാർശക്കത്താണ്. അത് IC ബാലകൃഷ്ണൻ നൽകിയ ശുപാർശക്കത്താണ്. ഇതേ പോസ്റ്റിൽ കോൺഗ്രസ് നേതാവിൻ്റെ മകൾക്ക് നിയമനം നൽകണം എന്ന് പറഞ്ഞ കത്ത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതേക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്ന തരത്തിലേക്കെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പം നിങ്ങളിതെല്ലാം കുടുംബവുമായി ഒത്തുതീർപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ പുറത്തു വരുന്ന വസ്തുതകളെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതാണോ, നിഷേധിക്കാൻ കഴിയുന്നതാണോ? ശ്രീമതി അനൂജ, ഇതുമായി ബന്ധപ്പെട്ട് ആ കത്തിനകത്തുള്ളത് പ്രൊഫസർ KP തോമസിന് ശ്രീ IC ബാലകൃഷ്ണൻ ഒരു കത്ത് നൽകി. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയേട്ടന്റെ ജിജീഷിന്റെ മകൻ ജിജീഷിന്റെ നിയമനം റദ്ദ് ചെയ്തു എന്നുള്ളതാണല്ലോ വ്യാഖ്യാനം. ഈ ജിജീഷിന്റെ ജോലി നഷ്ടപ്പെടുന്നത് ഏത് കാലയളവിലാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. കാരണം അന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ KP തോമസ് അല്ല. 1. 2, വിജയേട്ടന്റെ മകൻ ജോലി നഷ്ടപ്പെടുമ്പോൾ ആ ബാങ്കിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ സണ്ണിയാണ്. ഡോക്ടർ സണ്ണിയെ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട്. ഈ താൽക്കാലിക നിയമനം റദ്ദ് ചെയ്ത് അവിടെ ഒരു ഇന്റർവ്യൂ നടത്തുകയും അതിൽ 2ാം റാങ്കുകാരനായി വിജയേട്ടന്റെ മകൻ ജിജീഷ് വരികയും ചെയ്യുന്നു. അതിൽ നിന്ന് 1ാം റാങ്കുകാരന് ജോലി കൊടുക്കുന്നു. സ്വാഭാവികമായി അടുത്ത ജോലി കിട്ടേണ്ടത് ജിജീഷിനാണല്ലോ, തർക്കമില്ല. ആ റാങ്ക് ലിസ്റ്റ് റദ്ദ് സണ്ണിയിരിക്കുന്ന ബാങ്ക് ഭരണസമിതിയാണ്. അതിനുശേഷം കൃത്യം 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പോസ്റ്റിലേക്ക് വീണ്ടും ഇന്റർവ്യൂ അല്ലെങ്കിൽ പരീക്ഷ കോൾ ഫോർ ചെയ്തു. അന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് അടുത്ത ഇന്റർവ്യൂ കോൾ ഫോർ ചെയ്യുമ്പോൾ ഈ ബാങ്ക് ഭരണസമിതിയെ സർക്കാർ പിരിച്ചുവിടുകയും അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിക്കൊണ്ട് CPM ഭരിക്കുന്ന സഹകരണ വകുപ്പ് നിയോഗിച്ചത് ഈ ഡോക്ടർ സണ്ണിയാണ്. അപ്പൊ സണ്ണി CPMന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്ററായി ഇരിക്കുന്ന കാലത്താണ് ഈ റാങ്ക് ലിസ്റ്റിനകത്ത് തിരിമറി നടക്കുകയും അത് ക്യാൻസൽ ചെയ്യുകയും പുതിയത് 7 ദിവസം കൊണ്ട് വിളിക്കുകയും ചെയ്യും. നിങ്ങൾ അതിന്റെ രേഖകൾ പരിശോധിച്ചോളൂ. ആ രേഖകൾ ഇല്ലയോ? അല്ല, അത് എനിക്ക് കൃത്യമായി അറിയില്ല. കാരണം ഞാൻ ഈ ചർച്ചയിലേക്ക് കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പിട്ട ഒരു കത്താണ് അത്. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ കത്ത്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ആ കത്തിൽ എഴുതിയിട്ടുണ്ട് ഇന്ന നേതാവ് ഇന്നയാളുടെ മകൾക്ക് ആ 2 പേരുടെയും പേരുകൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഇവരെ സ്വീപ്പർ പോസ്റ്റിലേക്ക് നിയമിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് വിശ്വസ്തയോടെ IC ബാലകൃഷ്ണൻ MLA DCC പ്രസിഡന്റ് വയനാട് 2021 ഡേറ്റും വർഷവും ഒക്കെ ഉള്ള ഒരു കത്താണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ അതേക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതല്ലേ എൻ വിജയൻ ആ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്? കുറിച്ച് വ്യക്തമായി അത് എനിക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു ചാനലിൽ അഭിപ്രായം പറയുന്നത് ശരികേടാണ്. അതുകൊണ്ടാണ് ആ കത്ത് ഇപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ IC ബാലകൃഷ്ണന് വ്യക്തത വരുത്താൻ കഴിയുന്നതാണ്. അതിനകത്ത് പിന്നെ ഒരു കാര്യം കൂടി അനൂജ നോക്കിക്കോളൂ. ആ IC ബാലകൃഷ്ണൻ കത്ത് പറഞ്ഞ പേര് എനിക്ക് അറിയില്ല. ആ പേര് ഏതാണ് എന്നുള്ളത് നോക്കുക. അതിനോടൊപ്പം ആ ആൾക്കാണ് കിട്ടിയത് എന്ന് ഒന്ന് പരിശോധിച്ചോളൂ. തർക്കമില്ലല്ലോ. കേട്ടില്ല. ഞാൻ ആ പേര് വായിക്കേണ്ടതുണ്ടോ? നമ്മൾ ആ പേര് വായിച്ചിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആ പേര് സജീവ പ്രവർത്തകനാണ്, പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ ഒരാളുടെ മകൾ. 2 പേരുടെയും പേരുകളുണ്ട് ഇതിനകത്ത്. നമ്മൾ വെറുതെ അവരെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് പേര് പറയണ്ട എന്ന് വെച്ചതാണ്. അവരുടെ അഡ്രസ് ഉൾപ്പെടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വ്യാജ കത്തൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒപ്പിട്ട ഒരു കത്താണ്. ആ കത്തിനെ കുറിച്ച് ശ്രീ IC ബാലകൃഷ്ണൻ തന്നെ വ്യക്തത വരുത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കത്താണ് ഇതിന്റെ ആധാരമെങ്കിൽ, ഈ കത്ത് പ്രകാരമാണ് ജിജീഷിന്റെ ജോലി പോയത് എങ്കിൽ അന്ന് സണ്ണി കോൺഗ്രസിലില്ല. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത ആൾക്കാണോ IC ബാലകൃഷ്ണൻ കത്ത് കൊടുക്കുക? അതിനേക്കാളുള്ള പ്രയാസം എന്ന് പറയുന്നത് CPM നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ. എന്റെ ചോദ്യം അതല്ല. അതായത് ഇപ്പോൾ ഇതിൽ ഈ നിയമനവുമായി ഒന്നും തനിക്ക് ഒരു ബന്ധവുമില്ല, താൻ അതിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് IC ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ ഒളിവിൽ പോകുന്നതിന് മുൻപ്
ഒക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം, തനിക്ക് ഇതുമായി ഒന്നും ഒരു ബന്ധവുമില്ല, താൻ ഇതിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല, അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണല്ലോ ഇത്. ഇതിന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്ന് NM വിജയൻ ആ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അല്ല, IC ബാലകൃഷ്ണൻ ഈ കത്ത് ഭരണസമിതിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിൽ വ്യക്തമാക്കേണ്ടത് IC ബാലകൃഷ്ണൻ തന്നെയാണ്. അതിൽ തർക്കമില്ല. പക്ഷെ ഞാൻ അറിയാത്തൊരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ആ കത്തുമായി ബന്ധപ്പെട്ട് മറുപടി പറയാത്തത്. പക്ഷെ താങ്കൾ പറയുന്നത് പോലെ ഈ ജോലി നഷ്ടപ്പെട്ടതിൽ എനിക്ക് വ്യക്തമായ അറിവുള്ളതുകൊണ്ടാണ് അതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞത്. ഇതിനെ ലഘൂകരിച്ച് പറഞ്ഞ നിങ്ങളുടെ നേതാക്കളുണ്ട്. അപ്പോൾ ഈ കത്തിൽ പറഞ്ഞ കാര്യം അതിന്റെ ഒരു തെളിവാണെന്ന് പുറത്തു വന്നിട്ടുള്ളത് സംഷാദ് മരക്കാർ, അത് അത്ര നിസ്സാര കാര്യമല്ലല്ലോ. അല്ല, അത് അദ്ദേഹമല്ലേ കത്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ടോ, കത്ത് കൊടുത്തതാണോ, എന്തിന്റെ സാഹചര്യം അദ്ദേഹമല്ലേ വ്യക്തമാക്കണം. അദ്ദേഹം എഴുതിയ കത്ത് ഞാൻ എവിടെയാണ് അദ്ദേഹം? കേട്ടില്ല. എവിടെയാണ് അദ്ദേഹം? വ്യക്തമാക്കാൻ അദ്ദേഹം എവിടെയെന്ന് ചോദിക്കുകയാണ് ഞാൻ. അല്ല, അദ്ദേഹം ഉണ്ടല്ലോ. അദ്ദേഹം ഇവിടെ ഇല്ലാതിരിക്കുന്ന ആ സാഹചര്യം അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടാവുമല്ലോ. എവിടെയാന്ന് നിങ്ങൾക്കറിയില്ലേ? MLA അല്ലേ, ജനപ്രതിനിധി അല്ലേ? ഇങ്ങനെ ഒളിവിൽ പോയിരിക്കുന്നത് എന്താണ്? ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്, ഒരു വിവരവുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. തിരുവനന്തപുരത്തുണ്ടോ? അതിപ്പോ താങ്കൾ പറയുന്നതല്ലേ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടോ, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. താങ്കൾ അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അദ്ദേഹവുമായി? ഇനിയിപ്പോ ഈ 15-ാം തീയതി വരെ ഇതിനകത്ത് അറസ്റ്റും ഇല്ല. അതാണ് പിടിച്ചു. സംഷാദ്, താങ്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടോ? ഞാൻ എന്റെ ആവശ്യങ്ങൾ, എനിക്ക് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിൽ എന്താ തടസ്സം? അദ്ദേഹത്തെ വിളിക്കേണ്ട ആവശ്യത്തിനല്ലേ വിളിക്കേണ്ടതുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ രാവിലെ IC ബാലകൃഷ്ണൻ എവിടെയാണ്, IC ബാലകൃഷ്ണൻ ഉച്ചയ്ക്ക് എവിടെയാണെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം വരുന്നില്ല. ഞാൻ എല്ലാ MLA മാരെയും മന്ത്രിമാരെയും വയനാട്ടിലെ ആളുകൾ ആവശ്യങ്ങൾക്ക് വിളിക്കുന്നത് പോലെ അദ്ദേഹത്തെയും വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ നടക്കാറുണ്ട്. അതിന് അദ്ദേഹം ഈ എഴുതിയ കത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തത വരുത്തും. ഉറപ്പായും അദ്ദേഹം വ്യക്തത വരുത്തും. അതിനകത്ത് തർക്കവുമില്ല എഴുതിയ സാഹചര്യത്തിൽ. പക്ഷെ നിങ്ങൾ ഈ ഒരു കത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ ജോലി നഷ്ടപ്പെട്ട കാര്യം പിന്നെ നേരത്തെ പറഞ്ഞു. കാരണം ഇനി ക്രിയേട്ടൻ ഒരു കത്ത് എഴുതിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ബാങ്കുകളിലെ അഴിമതിയെ കുറിച്ച് CPM-ന് ധാരണ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? CPM-ന്റെ കയ്യിൽ 2016-17 കാലഘട്ടം മുതൽ പലതരത്തിലുള്ള രേഖകളുണ്ട്. പല ബാങ്കിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, പലതരത്തിലുള്ള ഹൗസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട്, കാർഷിക ബാങ്കുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, അവിടുത്തെ സഹകരണ വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്, പോലീസ് വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്. എന്ത് നടപടിയെ ഇവർ സ്വീകരിച്ച് ഇത്രയും കാലമായിട്ട്? ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി ആ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് ഈ 8 വർഷമായിട്ട് CPM-ന് പറയാൻ പറ്റില്ല. CPM ഇന്നലെയാണ് ഈ എന്നുള്ളതാണ് CPM പറയുന്ന ഒരു. ഇത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, ഈ സഹകരണ സ്ഥാപനത്തിൽ നടന്ന ഇത്തരത്തിലേക്കുള്ള അഴിമതി. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയമല്ല സംഷാദ്. താങ്കൾക്കറിയാമല്ലോ 2 പേരുടെ മരണം, ആ മരണത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്നുള്ളത് അദ്ദേഹം തന്നെ എഴുതി വെച്ച കുറിപ്പുകൾ പുറത്തു വന്നപ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. 2 പേരുടെ മരണമാണ്, അതും 50 വർഷത്തിലേറെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാൾ എഴുതി വെച്ച ചില കാര്യങ്ങൾ. അതിനെയൊക്കെ തള്ളിക്കളയുന്ന തരത്തിലേക്ക് പരാമർശങ്ങൾ നടത്തുന്നത് നിങ്ങളുടെയൊക്കെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തു. അന്ന് കുടുംബാംഗങ്ങൾ ഇവിടെ പ്രതികരിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഇനി അവർ പ്രതികരിക്കില്ല. കാരണം എന്താണ്? ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു, സമിതി അവരെ സന്ദർശിക്കുന്നു, അവരുമായി എന്താണ് വാഗ്ദാനം എന്നറിയില്ല, ഒരുപക്ഷെ അവരുടെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു കാണും. പക്ഷെ അവിടം കൊണ്ട് അവസാനിക്കുന്നതാണോ ഇത്? 2 ജീവനുകൾ നഷ്ടമായല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പുറത്തു വരണമെന്നും സത്യസന്ധമായി ഇതിനകത്ത് അന്വേഷണം നടക്കണമെന്നും പറയുന്നു. ആ അന്വേഷണം നടക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആ അന്വേഷണം നമ്മൾ പറഞ്ഞത് എന്താണ്? സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടക്കണം, എല്ലാ കാര്യങ്ങളെ കുറിച്ചും പൊതുസമൂഹത്തിന് അറിയണം. എന്താണ് കാരണം? അതിനകത്ത് എന്താ തർക്കം? പിന്നെ ആ കത്തുമായി ബന്ധപ്പെട്ട് അനുജ 2 കത്തും വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മകൻ പിന്നെ അദ്ദേഹത്തിനോടൊപ്പം ുള്ള ചില വ്യത്യാസം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ആ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കത്തിലുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല, നിങ്ങൾ വിജയേട്ടനെ തള്ളിപ്പറയുന്നു എന്ന്. അങ്ങനെയല്ല.
ആ കത്തിൽ അദ്ദേഹം ഒന്നാമത്തെ കത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഇളയ മകനായ ജിജീഷിന് നഷ്ടപ്പെട്ടു പോയ അർബൻ ബാങ്കിലെ ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കത്തിൽ അദ്ദേഹത്തിന്റെ ഇളയ മകനോടൊപ്പം മരണം വരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്? ഇനി അതിനോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് പണം കൊടുക്കാനുള്ളത് വിജയേട്ടൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കത്തിൽ ഒരു അദ്ദേഹത്തിന് ഒരു വർഷം മുമ്പ് വ്യക്തതക്കുറവുമില്ല പണം എന്ന് കൊടുത്തു കഴിഞ്ഞ ദിവസം എന്റെ ഇതേ ചർച്ചയിൽ വന്നിരുന്ന് ആ കുടുംബം പറഞ്ഞാണ്. ഒരു വ്യക്തതക്കുറവും ഈ കത്തിലില്ല എന്ന് കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോ എൻ.എം. വിജയന്റെ മകനാണ് ഇവിടെ വന്ന് പറഞ്ഞത് ആ കത്തിൽ ഒരു വ്യക്തതക്കുറവും ഇല്ല എന്ന്. വ്യക്തമായോ? അല്ല, അനുജയ്ക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഒരു വ്യത്യാസവും തോന്നുന്നില്ലേ? ഇതിൽ കുടുംബം പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്താണ് സംഷാദ് മരക്കാർ, ഇത് അവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം, രണ്ട് ജീവനുകളാണ് പോയത്. അപ്പോൾ അതേക്കുറിച്ചാണ് അവർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ആ നിഷേധാത്മക നിലപാട് എങ്ങനെയാണ് അവരെ വേദനിപ്പിച്ചത് എന്നൊക്കെ അവർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അതല്ല അവർ പ്രതീക്ഷിച്ചതെന്ന്. പക്ഷെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് കൊണ്ടാകാം പിന്നീട് നിങ്ങളുടെ നേതാക്കൾ അങ്ങോട്ടേക്ക് പോവുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഇത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ആ ഇടപെടൽ അന്നുണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് ജീവനുകൾ ഇങ്ങനെ പോകുമായിരുന്നില്ലല്ലോ. അതും വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി ചർച്ച ചെയ്ത് വേണം പോകാൻ. സംഷാദ്, അല്ല, നമ്മൾ ഇതിനകത്ത് ആ കുടുംബത്തോടൊപ്പം ഏത് സമയത്താണ് നിന്നില്ല എന്ന് പറയുന്നത്? 2020-21 നമ്മൾ അന്വേഷണ കമ്മീഷനെ വെച്ച് നടപടി സ്വീകരിക്കുന്നു. വിജയേട്ടൻ എന്തെങ്കിലും ഒരു ആക്ഷേപവും വിജയേട്ടൻ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ടില്ല. വിജയേട്ടനെതിരെയും ആരും അന്വേഷണ കമ്മീഷനിൽ വന്ന ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. നമ്മൾ പാർട്ടിക്ക് കിട്ടിയ പരാതികളുടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ ഇടയിൽ വന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ വിജയേട്ടനുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കുടുംബത്തിന് പോലും അറിയില്ല. സ്വാഭാവികമായി എന്റെ കുടുംബത്തിന് പോലും അറിയാത്ത പല ബാധ്യതകളുമുണ്ട്. ഞാൻ പറയട്ടെ, അനുജി, ആ ബാധ്യത ഒരാളോട് വിജയേട്ടൻ ഷെയർ ചെയ്യപ്പെടുകയോ ചെയ്താലല്ലേ നമുക്കും അത് അറിയുള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് വിജയേട്ടൻ പറഞ്ഞാലല്ലേ എനിക്ക് അദ്ദേഹത്തിന്റെ ബാധ്യത, അല്ലെങ്കിൽ എന്റെ ബാധ്യത ഞാൻ ഒരാളോട് ഷെയർ ചെയ്യാതല്ലേ. ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അദ്ദേഹം. ഇത് KPCC അധ്യക്ഷനും അറിയാവുന്ന കാര്യവുമായിരുന്നു നേരത്തെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ആ തരത്തിലേക്കൊരു ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഇടപെടൽ ഉണ്ടാകുമെന്ന് മരണം വരെയും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ കത്ത് പുറത്തു വിടരുത്, കാത്തിരുന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കത്ത് പുറത്തുവിടാൻ പാടുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അവിടെയും അദ്ദേഹം ആ പാർട്ടിയെ വിശ്വസിക്കുകയാണ്, നിങ്ങളുടെ പാർട്ടിയെ. അല്ല, ഈ ഒരു കത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ കത്ത് പിന്നെ അവരുടെ കയ്യിലുണ്ട്. ആ കത്ത് ഉണ്ടായതിനു ശേഷം ആ കത്തിൽ പേര് പറയപ്പെടുന്ന ശ്രീ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ അവർ പോകുന്നു, അദ്ദേഹത്തോട് അവർ സംസാരിക്കുന്നു, അദ്ദേഹത്തോട് കാര്യങ്ങൾ, അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെ കാണാൻ ബാലകൃഷ്ണൻ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ണൂരിൽ നിന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, അതിൽ തർക്കമില്ലല്ലോ. ആ കത്തിലുള്ള അതേ കത്തുമായി അവര് DCC പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചന്റെ ഭവനത്തിൽ പോയി കാണുന്നു, ഇതിലെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ കോൺഗ്രസ് ലീഡർഷിപ്പിലുള്ള IC ബാലകൃഷ്ണനും ശ്രീ ND അപ്പച്ചനും ശ്രീ K സുധാകരനും ശ്രീ VD സതീശനും ഇവർക്ക് കത്ത് കൈമാറുന്നു, ഇവരോട് ഡിസ്കസ് ചെയ്ത്, ഇവർക്ക് അറിയാലോ കത്തിനകത്ത് എന്താ ഉള്ളത് എന്നറിയാലോ. ഒരു പെട്ടെന്നൊരു ദിവസം ആരും അറിയാതെ കത്ത് പുറത്തു വന്നതല്ലല്ലോ. ഈ കത്ത് ഇവരുടെ കയ്യിലുണ്ട് എന്നും കത്തിന്റെ കണ്ടന്റിനെ കുറിച്ച് ഇവർ തമ്മിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിനകത്ത് ബാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതിനു ശേഷം പ്രതിപക്ഷ നേതാവിനെ, ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ വിഷയം, ഇപ്പൊ അദ്ദേഹം ഒളിവിലാണോ എന്നൊക്കെയുള്ള സംശയം കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരവുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തുണ്ടാകാമെന്ന്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്തൊന്നും അല്ല. ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA യുടെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കർണാടകയിലാണുള്ളത്, ഉടൻ വയനാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് ഇന്നൊരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്നൊരു നിർദ്ദേശമൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിലാകാം, താങ്കൾക്ക് ആശ്വാസകരമായിരിക്കാം. അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്, ആ സന്ദേശം പരിശോധിക്കാം. ജില്ലാ ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിൽ ചുമത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒളിവിലാണെന്ന് വ്യാജ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുകയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ
മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നും നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. നീതിന്യായ ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ച് ഇല്ല. ഇടതുപക്ഷം കുറേ കാലങ്ങളായിട്ട് എന്നെ വേട്ടയാടുകയാണ്, എന്നോട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ്. എൻ്റെ ജനകീയത ഇന്ന് CPM-ന് സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടിയുമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ഒളിവിൽ പോയതല്ല. ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് കേട്ടല്ലോ സംഷാദ്. ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? അപ്പോൾ താങ്കളൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇപ്പൊ പെട്ടെന്ന് സുഹൃത്തിന്റെ മകളുടെ മറ്റോ വിവാഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പോയിരിക്കുന്നു എന്നുള്ളതായാലും താങ്കൾ ആ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി.